ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഒരു സൺഡേ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞാൻ വ്ളോഗായിട്ട് എടുക്കണമെന്ന് വിചാരിച്ചതൊന്നുമല്ല. ഇപ്പോഴാണ് അമ്മ പറഞ്ഞത് കേട്ടോ, ഈ ഷോർട്ട് വീഡിയോ എടുക്കുന്നതിനേക്കാൾ നിനക്ക് ലെങ്തി വീഡിയോ എടുത്താൽ പോരെ, അപ്പോൾ പൈസ കിട്ടൂലേ, പിന്നെ നിനക്ക് ലെങ്തി വീഡിയോ എടുത്താൽ പോരെ എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ ഒരു ലെങ്തി വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ ഒരു സൺഡേ വ്ളോഗാണ്. അങ്ങനെ പെട്ടെന്ന് തീരുമാനിച്ചെടുത്ത വീഡിയോ ആയതുകൊണ്ട് തന്നെയും രാവിലത്തെ കുറച്ച് വീഡിയോസൊന്നും എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ചപ്പാത്തി ആയിരുന്നു. അപ്പോൾ അവിടെ തന്നെ നമ്മുടെ ഇൻസ്റ്റൻറ്റ് റൊട്ടി മേക്കർ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അത് വെച്ച് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ മാവൊക്കെ പരത്തി ശരിയാക്കി തന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇൻസ്റ്റൻറ്റ് റൊട്ടി മേക്കറിൽ ചപ്പാത്തി പരത്താൻ വേണ്ടിയിട്ട് നോക്കുമായിരുന്നു കേട്ടോ. പക്ഷെ അത് പറ്റിയില്ല. പക്ഷേ മെഷീൻ്റെ പ്രശ്നമല്ല കേട്ടോ, ആക്ച്വലി അത് അമ്മയുടെ മാവിൻ്റെ പ്രശ്നമായിരുന്നു കേട്ടോ. മാവ് നന്നായിട്ട് കുഴയാത്തതിൻ്റെ എന്തിൻ്റെ പ്രശ്നം കൊണ്ട് അത് നല്ല കറക്റ്റായിട്ട് വന്നില്ല കേട്ടോ. പക്ഷേ ഞാൻ ഇതിന് മുന്നേ ഒരു പ്രാവശ്യം ഇതിൽ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല പ്രോഡക്റ്റാണ്, നമുക്ക് നന്നായിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ നമുക്ക് അതിനെ പരത്തിയെടുക്കാനും പറ്റും, അതുപോലെ തന്നെ ചുട്ടെടുക്കാനും പറ്റും. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണ്ടവർ ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ലിങ്ക് എന്തായാലും ഷെയർ ചെയ്തേക്കാം. അപ്പോൾ എന്തായാലും മാവ് കുഴച്ചതല്ലേ, പിന്നെ നമ്മൾ കല്ലിലല്ലാതെ പരത്തി ചുട്ടു കേട്ടോ. പക്ഷെ അപ്പോഴും കറക്റ്റായിട്ട് വന്നില്ല. ആക്ച്വലി അത് മാവിൻ്റെ പ്രശ്നം തന്നെയായിരുന്നു. പിന്നെ നമ്മൾ ചപ്പാത്തിക്ക് ഉരുളക്കിഴങ്ങായിരുന്നു കേട്ടോ കറി. അങ്ങനെ ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കി. പിന്നെ നമ്മളൊരു റെഡിമെയ്ഡ് ചപ്പാത്തി ഉണ്ടായിരുന്നു ഓൾറെഡി വാങ്ങിച്ചത്. അപ്പോൾ അത് നമ്മൾ അച്ഛനെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതും ജസ്റ്റ് ഒന്ന് ചുട്ടെടുത്തു കേട്ടോ. അപ്പം നമ്മുടെ നച്ചുക്കുട്ടിക്ക് ഒരേ ആഗ്രഹം വീഡിയോ എടുക്കണമെന്ന് കേട്ടോ. അപ്പം നച്ചുക്കുട്ടി എടുത്ത വീഡിയോ ആണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. അതുകൊണ്ടാണ് കേട്ടോ ഈ വീഡിയോ കുറച്ച് ഷേക്കായിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അവളെടുത്ത വീഡിയോ ആയതുകൊണ്ടാണേ. അങ്ങനെ നമ്മുടെ ഉരുളക്കിഴങ്ങ് കറി റെഡിയായി. അങ്ങനെ നമ്മൾ കാപ്പി കുടിച്ചു. ഇപ്പോൾ ചപ്പാത്തി ഉണ്ടോ നല്ല മുറുമുറാന്ന് ഇരിപ്പുണ്ട് കേട്ടോ. നമ്മുടെ റെഡിമെയ്ഡ് ചപ്പാത്തി ആണെങ്കിൽ നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. മറ്റേ ചപ്പാത്തി ഭയങ്കര റഫായിട്ട് ഇരിപ്പുണ്ടായിരുന്നു. എന്നാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് രണ്ടും കൂടെ മിക്സ് ചെയ്തൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് അടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ക്ലീനിങ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ വീടൊക്കെ തൂക്കുമായിരുന്നു, അമ്മ പാത്രം കഴുകുമായിരുന്നു. അപ്പോൾ നമ്മുടെ നച്ചുക്കുട്ടിക്ക് തുറപ്പ വേണമെന്ന് പറഞ്ഞ ഒരേ നിർബന്ധം, അതിൻ്റെ വാശിയാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്, കൊടുക്കാത്തതിൻ്റെ. അങ്ങനെ അവളുടെ വാശിയും ദേഷ്യമൊക്കെ കഴിഞ്ഞതിന് ശേഷം അവളുടെ തലയിൽ നല്ല ഉടക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവളുടെ തലയിൽ ഉടക്കൊക്കെ എടുത്തു കൊടുത്തു. ഇത് നമ്മുടെ പെയിൻ ചീപ്പാണ് കേട്ടോ, നല്ല പെയിൻ ചീപ്പാണ്. അത് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച ചീപ്പാണ്. അപ്പം ഇതിന് നല്ലവണ്ണം പെയിനൊക്കെ വരും കേട്ടോ. അപ്പോൾ അപ്പയുടെ നല്ല മഴ പെയ്തു കേട്ടോ. പിന്നെ നമ്മുടെ നച്ചുകുട്ടി മഴയെ നോക്കി നിൽപ്പായി. അങ്ങനെ തലമുടി കോതാൻ പറ്റിയില്ല. നച്ചുക്കുട്ടിക്ക് തിങ്കളാഴ്ച കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ബിരിയാണി ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കടയിൽ പോയി ഞാൻ ബിരിയാണി അരിയും പാലും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് 3 സിപ്പപ്പും വാങ്ങി. പിന്നെ നമ്മുടെ നച്ചുവിന് യോഗേർട്ട് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അങ്ങോട്ട് യോഗേർട്ടും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം യോഗേർട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൾ ആർക്കും തരില്ല കേട്ടോ. അപ്പം ഓരോ വെച്ച് കഴിച്ചതിന് ശേഷം പയ്യാണ് അവൾക്ക് കൊടുത്തത്. അപ്പോൾ അമ്മ മീൻ അരിയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കണ്ടിട്ട് പൂച്ചക്കുട്ടി ഓടി വന്നു കേട്ടോ. അവിടെ വളർത്തുന്ന പൂച്ചയല്ല, അവിടെ വെളിയിലല്ലാതെ ഓടി നടക്കുന്ന പൂച്ചയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഓടി വന്നത് ആ മീനിന് വേണ്ടി പൂച്ചക്കുട്ടി അമ്മയുടെ പിറകെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ നച്ചുക്കുട്ടി അതിൻ്റെ പിറകെ വെച്ച് പിടിക്കുന്നുണ്ട്. അങ്ങനെ പൂച്ചക്കുട്ടിക്ക് മീനൊക്കെ കൊടുത്തു അമ്മ. അപ്പോൾ പൂച്ചക്കുട്ടി മീൻ തിന്നുന്ന സമയത്ത് നമ്മുടെ നച്ചുക്കുട്ടി ഒരു യോഗേർട്ട് ഫുള്ള് തിന്ന് തീർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ അവിടെ ഐസ്ക്രീം പൊടി വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പാല് വാങ്ങിക്കാൻ പോയത്. അങ്ങനെ പാലും കിട്ടി, പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ വിചാരിച്ചു ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാമെന്ന്. അങ്ങനെ നമ്മൾ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കി. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ പണ്ട് തുടക്കത്തിൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തുണ്ടെങ്കിൽ അത് കണ്ടു നോക്കാം. അതിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും ഐക്കാർഡിൽ കൊടുത്തേക്കാം. അങ്ങനെ നമ്മുടെ നച്ചുക്കുട്ടി യോഗട്ടൊക്കെ തിന്ന് തീർത്ത് അടുത്ത സിപ്പപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ക്യാമറ ഓൺ ആയതുകൊണ്ട് നമ്മുടെ നച്ചുക്കുട്ടി പല കോപ്രായങ്ങളും കാണിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഐസ്ക്രീം സെറ്റായി. അത് കഴിഞ്ഞ് കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്ന ഫ്രൂട്ട്സ് എല്ലാം നമ്മൾ അരിഞ്ഞ് അതിനകത്തിട്ട് അങ്ങനെ ഫ്രൂട്ട് സലാഡ് സെറ്റാക്കി ഫ്രിഡ്ജിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈകിട്ട് പുറത്ത് പോകണം എന്നുള്ളതുകൊണ്ട് അമ്മ രാവിലെ തന്നെ ആട്ടാനൊക്കെ ഇട്ടു കേട്ടോ. ആട്ടാനിട്ടു, നനയ്ക്കാനിട്ടു, അങ്ങനെ എല്ലാ പണിയും ഒരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഉച്ചത്തേക്കുള്ള ചോറും അവിയലും നെത്തോലി പൊരിച്ചതൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ നച്ചുക്കുട്ടി കുളിച്ച് റെഡിയായി വന്നതാണ്, ബുക്കിൽ പടമൊക്കെ വരച്ച് കളിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് ഞാൻ നമുക്ക് ചോറ് കൊടുത്തു. അങ്ങനെ അവൾ ചോറെല്ലാം കഴിച്ചു. പിന്നെ നമ്മളും ചോറൊക്കെ കഴിച്ചു. അപ്പോൾ അവിടെ പോയാളുടെ അവളുടെ പ്രധാന വിനോദം എന്ന് പറയുന്നത് സോഫയിലും സെറ്റിയിലും ഒക്കെ കയറി ചാടി അതിൻ്റെ മണ്ടേ കൂടെയൊക്കെ എല്ലാം ഇങ്ങനെ അടുത്തടുത്താണ് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ അതിലെല്ലാം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി ചാടി ഓടിക്കളിക്കുന്ന അവളുടെ പ്രധാന വിനോദം. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് നേരം അമ്മമ്മയുടെ അടുത്ത് പോയിരിക്കും കേട്ടോ. അമ്മമ്മയുടെ അടുത്ത് പോയിരുന്ന് സംസാരിക്കും, അമ്മമ്മ എണീപ്പിച്ച് കട്ടിലിരുത്തും. അങ്ങനെ കുറച്ച് നേരം ഇടയ്ക്കിടയ്ക്ക് അവിടെയൊക്കെ പോയിരിക്കാറുണ്ട്. പിന്നെ അമ്മമ്മയ്ക്ക് ചോറൊക്കെ കൊടുത്ത് അമ്മമ്മയെ കിടത്തിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ മേളിലോട്ട് വന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ നച്ചുക്കുട്ടി പേൻ കൊല്ലാൻ വേണ്ടി അമ്മ പിടിച്ചിരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ നച്ചുക്കുട്ടിക്ക് പേനെല്ലാം കൊന്നു കൊടുത്തു.
അങ്ങനെ വൈകിട്ടായപ്പോഴത്തേക്ക് അച്ഛന് ചായയൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ ഞങ്ങൾ പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ ഓട്ടോയിലാണ് പോകുന്നത്. നേരെ ആദ്യം പോയത് രാമേന്ദ്രയിലാണ് കേട്ടോ, നമ്മുടെ പഴയ രാമേന്ദ്രയിൽ. അപ്പോൾ കുറച്ച് ഇന്നറൊക്കെ വാങ്ങണം എന്നുണ്ടായിരുന്നു. സ്കൂൾ തുറക്കുകയല്ലേ, അപ്പോൾ നച്ചുകുട്ടിക്ക് പാൻറ്റീസൊന്നുമില്ല, അപ്പോൾ പാൻറ്റീസൊക്കെ വാങ്ങണമായിരുന്നു. അങ്ങനെ നമ്മൾ നച്ചുകുട്ടി ഉച്ചയ്ക്ക് ഉറങ്ങിയൊന്നുമില്ല കേട്ടോ, ഫുൾ ടൈം കളിയായിരുന്നു. അതുകൊണ്ട് ഓട്ടോയിൽ കയറിയതും അവൾ കുറച്ച് നേരം ഇരുന്നിട്ടങ്ങ് ഉറങ്ങിപ്പോയി. അങ്ങനെ ഞങ്ങൾ രാമേന്ദ്ര എത്തി. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു രാമേന്ദ്രയിൽ. അങ്ങനെ നമ്മൾ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുക്കറിൻ്റെ വാഷർ മാറ്റണമായിരുന്നു കേട്ടോ, അപ്പോൾ അതും എല്ലാം വാങ്ങി. അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണ് നമ്മൾ പാനിപ്പൂരി കണ്ടത് കേട്ടോ. അങ്ങനെ നമ്മൾ നച്ചുകുട്ടി അത് വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പാനിപ്പൂരി വാങ്ങി. ഇപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പാനിപ്പൂരി കഴിച്ചു. അപ്പോഴാണ് നച്ചുകുട്ടി പറഞ്ഞത് എനിക്ക് പാനിപ്പൂരി അല്ല, അതിനകത്തുള്ള പൊരി മാത്രം മതി എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ നമ്മൾ അടുത്ത് ചോദിച്ചപ്പോഴത്തേക്ക് അയാൾ ഒരു ഗ്ലാസ്സിൽ കുറച്ച് പൊരി ഇട്ട് തന്നായിരുന്നു. അങ്ങനെ നമ്മൾ പൊരിയും വാങ്ങിയിട്ട് അവിടെ നിന്ന് നേരെ ഒരു ഓട്ടോ പിടിച്ച് തിരിച്ച് വീട്ടിലേക്ക് വന്നു. അങ്ങനെ ഞങ്ങൾ ഏകദേശം സന്ധ്യയൊക്കെ ആയപ്പോഴത്തേക്ക് തിരിച്ച് വീടെത്തി. അപ്പോഴത്തേക്ക് നമ്മുടെ ഫ്രൂട്ട് സലാഡ് സെറ്റ് ആയിരിപ്പുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫ്രൂട്ട് സലാഡ് കുടിച്ചു. പിന്നെ നമ്മൾ വാങ്ങിക്കൊണ്ടുവന്ന ഡ്രസ്സുകളെല്ലാം നല്ലോണം നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും തരംതിരിച്ചൊക്കെ വെച്ചു. അപ്പോൾ രാത്രി എന്തോ ഉണ്ടാക്കുമെന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് രാവിലത്തെ ചപ്പാത്തി ഒരുപാട് ഇരിക്കുന്നതായിട്ട് ഓർമ്മ വന്നത് കേട്ടോ. അപ്പോൾ രാവിലത്തെ ചപ്പാത്തി മുറുമുറാന്നിരുന്നതുകൊണ്ട് തന്നെ അധികം ആരും കഴിച്ചില്ല കേട്ടോ. അപ്പോൾ ശരിക്കും ചപ്പാത്തി ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് അങ്ങനെ തിങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അതിനെല്ലാം പീസാക്കി ജസ്റ്റ് ഒന്ന് ഉള്ളിയും തക്കാളിയും എല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്തൊന്ന് ഒരു വേറെ രീതിയിലൊന്ന് മാറ്റിയെടുത്തു കേട്ടോ. അപ്പോൾ എന്തായാലും ബാക്കി വരുന്ന ചപ്പാത്തിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റാവുന്നതാണ് കേട്ടോ. അപ്പം എന്തായാലും ഇതിൻ്റെ റെസിപ്പി ഞാൻ പിന്നെ ഒരു ദിവസം ഇടാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ നച്ചുകുട്ടി ആ സമയത്ത് നമ്മുടെ നച്ചുകുട്ടിയുടെ പാട്ട് കച്ചേരി ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ നച്ചുവിൻ്റെ പാട്ട് എന്തായാലും ഒന്ന് കേട്ട് നോക്കാമേ. അപ്പോൾ നമ്മൾ നച്ചുകുട്ടി പാടിയ പാട്ട് ഏതെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ.